ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ പച്ചക്കറികളൊന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് വെറും 2 മിനിറ്റിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഈസി ലഞ്ചാണ് കേട്ടോ ഇത്. ആർഭാടങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് നല്ല കട്ടി തൈര് വേണം കേട്ടോ. തൈര് നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല തൈരാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലൊന്നും ഇടണ്ട, സ്പൂൺ വെച്ച് ഇളക്കിയാൽ മതി. ഇനി ഞാനിവിടെ 2 പേർക്ക് കഴിക്കാനുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. ചമ്പാവരി റൈസാണ് കേട്ടോ, മട്ട റൈസ് എന്നൊക്കെ പറയും. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വയ്ക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, എത്ര അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാം. ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ, 1/2 സ്പൂണോളം കടുകും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും സമയമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉലുവയും ഉണക്കമുളക് ഒരു 5-6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം ക്യൂമിൻ സീഡ്, ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. 1/2 സ്പൂണോളം കായപ്പൊടി, ഇതും കൂടെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. പുറത്തൊക്കെ പോയി വന്നിട്ട് ഒത്തിരി ലേറ്റായ സമയത്ത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും, വളരെ ഈസിയാണ്. ഇനി നമ്മൾ കട്ടയൊക്കെ ഉടച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തൈര് ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം. തീ വളരെ സ്ലോയിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു തൈര് വല്ലാതെ പിരിഞ്ഞു പോവും. കട്ടകളായി ഇങ്ങനെ വരുമ്പോൾ അറിയാതെ പിരിഞ്ഞിട്ടുണ്ടെന്ന്. ഇനി ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് ഈ തൈര് ഇരിക്കുന്നത്. ഇതിനെ കുറച്ചൊന്ന് ലൂസാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രേ വേണ്ടുള്ളൂ. ഒരുപാട് ലൂസ് ആവരുത്, ഒരുപാട് ടൈറ്റും ആവരുത്. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഈ ഒരു തൈര് ഒരിക്കലും തിളപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഒട്ടും തന്നെ പിരിഞ്ഞു പോവില്ല. തൈര് ഇതുപോലെ തിളച്ച് വരില്ല, അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ തൈര് താളിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ചൂടുള്ള ചമ്പാവരി റൈസാണ് കേട്ടോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ലഞ്ച് റെഡിയാണ് കേട്ടോ. ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ, അധികം എണ്ണയൊന്നും ഇല്ലാതെ, മസാലാസ് ഇല്ലാതെ ഒക്കെ എപ്പോഴെങ്കിലും ഒരു ദിവസം നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സാധാരണ തൈര് സാദമൊക്കെ നമ്മൾ ഉണ്ടാക്കാറില്ലേ, അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുട്ടികൾക്കും കൂടെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കേർഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒന്നും തന്നെ ഇതിൻ്റെ കൂടെ വേണ്ട, അച്ചാറോ പപ്പടോ ഒന്നും അങ്ങനെ ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് കഴിക്കാറ്. ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ ഇതുപോലെ മക്കളും എല്ലാവരും കഴിക്കും കേട്ടോ. ഒരു നേരമെങ്കിലും കഴിച്ചിരിക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.